ലെവൽ ഓഫ് വയലൻസ് അത് കുറച്ച് കൊണ്ടുവന്നതും കശ്മീരിനെ ഇന്ത്യയുമായിട്ട്, അതായത് മെയിൻലാൻഡ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു പ്രൈം മിനിസ്റ്റർ മോദിയുടെ വലിയ ഒരു വിജയം തന്നെ. അത് ഇൻഫർമേഷൻ വാർഫെയറിന്റെ ഒരു അണ്ടർലൈനിങ് ഫാക്ടർ വിശ്വാസമില്ല. അതായത് സിസ്റ്റത്തിന് എനിക്ക് വിശ്വാസമില്ല, എനിക്ക് സുപ്രീം കോടതിയിൽ വിശ്വാസമില്ല, എനിക്ക് സൈനികരുടെ ഇന്ത്യൻ ആർമിയിൽ വിശ്വാസമില്ല, എനിക്ക് ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥയിൽ എനിക്ക് വിശ്വാസമില്ല, ഇന്ത്യൻ പാരമ്പര്യത്തിന് എനിക്ക് വിശ്വാസമില്ല. ഇന്ത്യ ഗ്രോ ചെയ്യുകയാണെങ്കിൽ അവരുടെ രാജ്യത്തിന് അത് ശരിയല്ല. അപ്പൊ അവര് ഗ്രോ ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്ത് പാടില്ല. കാരണം അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. പക്ഷെ ഇന്ന് ലോകത്ത് ഒരു വിശ്വാസം ഇല്ലായ്മ എന്നുള്ള ട്രസ്റ്റ് ഫാക്ടർ ഉണ്ടെങ്കിൽ അത് US-നെ സംഭവിച്ചിട്ടുണ്ട്. BJP സംബന്ധിച്ചോളം വെറും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഉപരി നമ്മളെ രാഷ്ട്രത്തിന്റെ വെൽഫെയർ അല്ലെങ്കിൽ നാഷണൽ ഇൻട്രസ്റ്റ് നോക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ബംഗാൾ ആൻഡ് കേരളം, നമ്മളിപ്പോൾ തിബറ്റിനെ നമ്മൾ എന്താ പറഞ്ഞ ഒരു അവർ ചൈനയുടെ ഭാഗമാണെന്ന് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഇപ്പോൾ സൗത്ത് തിബത്ത് എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശ് വേണമെന്നൊക്കെ ഉള്ളത് അതൊന്നും നമ്മൾ ഒരിക്കലും നടക്കാൻ പോകുന്നത്. അപ്പം ആ ഡിസ്പ്യൂട്ട് അവിടെ കാണും. പക്ഷെ ഡിസ്പ്യൂട്ടിനെ ഒരു കോൺഫ്ലിക്റ്റ് ആക്കി മാറ്റരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പോഴത്തെ ഇത്. ഏതെങ്കിലും ഒരു പാർട്ടി ഇന്ന് കേരളത്തിൽ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് BJP ആണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റ് 12 വർഷം പിന്നിടുകയാണ്. വിദേശകാര്യം, ആഭ്യന്തര സുരക്ഷ, പൊതുഭരണം, ഈ വിഷയങ്ങളിൽ അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങൾ, രാജ്യം ഇപ്പോൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗതി, ഒപ്പം നമുക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ, അതാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. നമ്മോടൊപ്പം ചേരുകയാണ് BJP സംസ്ഥാന വക്താവ് കേണൽ S. ഡിന്നി റിട്ടയർഡ്. അദ്ദേഹം സൈന്യത്തിൽ നിന്നും കേണലായി റിട്ടയർ ചെയ്ത ആളാണ്. ഒപ്പം പ്രതിരോധം, വിദേശകാര്യം തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധനുമാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. താങ്ക് യു ഫോർ ഇൻവിറ്റേഷൻ. ഇപ്പോൾ നമ്മുടെ രാജ്യം വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ വിദേശകാര്യ റിലേഷൻസ് ആണെങ്കിൽ തന്നെയും, ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ആഭ്യന്തര സുരക്ഷയുടെ വിഷയമാണെങ്കിൽ തന്നെയും എല്ലാം വളരെ ശക്തമായ വെല്ലുവിളി നേരിടുന്നു. അതിനെയൊക്കെ തന്നെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് വിലയിരുത്തുന്നത് ആസ് എ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ? കഴിഞ്ഞ 12 വർഷം അദ്ദേഹത്തിൻ്റെ ഈ ടെന്യൂർ ഇപ്പോഴും തുടരുകയാണ്. നോക്കൂ, നമ്മൾ ശ്രീ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 12 വർഷത്തിൻ്റെ ഒരു വിലയിരുത്തൽ ചെയ്യുമ്പം നമുക്കൊരു ആവറേജ് സിറ്റിസൺ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഫസ്റ്റ് തോന്നുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ ഒരു സർക്കാർ ഉണ്ട് എന്നുള്ളത്, അതായത് പ്രസൻസ് ഓഫ് ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളത്. അതായത് ഏത് പ്രതിസന്ധി വന്നാലും ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളൊരു ഫീലുണ്ട്. രണ്ടാമതായിട്ടുള്ളത് ഏറ്റവും പറഞ്ഞാൽ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി. നമുക്കറിയാം, ഒരു കാലഘട്ടത്ത് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ബോംബ് പൊട്ടുന്നൊക്കെ ഉള്ള രീതി ഉണ്ടായിരുന്നു. ട്രെയിനിൽ പൊട്ടുന്നുണ്ട്, എയർപോർട്ട്സിൽ പൊട്ടുന്നുണ്ട്, ഹോസ്പിറ്റൽസിൽ പൊട്ടുന്നുണ്ട്. നമ്മളൊക്കെ കണ്ടു മുംബൈ ബ്ലാസ്റ്റ്, അങ്ങനെ പല പല സ്ഥലത്തുള്ള ഇത് നടക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തം ഇന്ന് ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്. അതായത് ഇപ്പം ആ രീതിയിലേക്കുള്ള ഒരു ഭയം ആളുകൾക്കില്ല. അപ്പം ഈ ഭയമില്ലാത്തത് ഒരു പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അതിൻ്റെ വലിയൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഇന്റേണൽ സെക്യൂരിറ്റി വൈസ് നമ്മൾ വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അത് കാരണം ഈ നമ്മളെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ ഇല്ലാതായെന്നല്ല, പക്ഷെ നമ്മൾ അതിൻ്റെ മെക്കാനിസംസ് കണ്ടെത്തി അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൽ മുന്നോട്ട് പോയി. അത് നമ്മൾ ഒരു പരിധി വരെ നമ്മൾ സക്സസ്ഫുൾ ആണ്. ഞാൻ ഒരു പരിധി വരെ എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും 100% ഫുൾ പ്രൂഫ് അല്ല. കാരണം ദേ ആർ ഓൾവേസ് ഒരു സജ്ജരാണ്, എപ്പോഴും നമ്മളെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക പല രീതിയിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർ മോഡ് ഓഫ് ഓപ്പറേഷൻസ് മാറ്റിയെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. അവരത് ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറി അവർ മറ്റ് പല, ഇപ്പം നമുക്കറിയാം, ഇപ്പം കശ്മീരിനെ സംബന്ധിച്ചോളം നമുക്കറിയാം അവിടെ ടെററിസ്റ്റ് ഉണ്ട്, അവിടെ AK-47 മറ്റുമായിട്ടൊക്കെ വന്ന് ടൂറിസ്റ്റിനായാലും ശരി, ഇപ്പം നമ്മൾ പെഹൽഗാമെല്ലാം കണ്ടു IED ബ്ലാസ്റ്റ് ഒക്കെ ചെയ്യുന്നു. പക്ഷെ മറ്റ് സ്ഥലത്ത് അവരതല്ല ചെയ്യുന്നത്, അത് വേറെ രീതിയിലേക്കുള്ളതാണ്. പക്ഷേ ഇന്റേണൽ സെക്യൂരിറ്റി കഴിഞ്ഞ 12 വർഷമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ എടുത്ത് പറയണം. അതായത് ഒന്ന്, നമ്മൾ അറിയാം ഈ മാവോയിസ്റ്റ് ഇൻസർജൻസി. ഒരു കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് ജി അദ്ദേഹം പറഞ്ഞിരുന്നത് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച്, സെക്യൂരിറ്റി ചാലഞ്ച് ഈ മാവോയിസ്റ്റ് ടെററിസമാണ് അല്ലെങ്കിൽ ഇൻസർജൻസിയാണ്. അതിന്ന് ഇല്ലാതായിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് ആൻഡ് ഈ മാവോയിസ്റ്റ് ആയിട്ടുള്ള ഈ ആ ഒരു ബെൽറ്റ് ഇന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കുകയാണ്. പലരും അവർ സറണ്ടർ ചെയ്ത് നമ്മൾ കണ്ടു, പലരും വലിയ വലിയ ഈ മാവോയിസ്റ്റ് ലീഡേഴ്സ് ഒക്കെ വന്ന് ഇരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ നക്സൽ ബാഡി എന്ന് പറയുന്ന സ്ഥലത്ത്
ഇന്ന് BJP ആണ് അവിടെ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു രീതിയിലേക്ക് ഉള്ള ഒരു മാറ്റം ഇന്ന് ആളുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കശ്മീരിന്റെ ഇഷ്യൂ നമ്മൾ എടുത്തു പറയണം ഷിലിയോ. കാരണം ഞാൻ അവിടെ ഒരു 3 ടെന്യൂറായിട്ടുണ്ട്. അവിടെ സൈനികനായിട്ട് സേവനം ഏകദേശം 7-8 വർഷം എൻ്റെ പല ടെന്യൂഴ്സായിട്ട് അവിടെ പോയിട്ടുണ്ട്. നമ്മൾ ഒരു സമയത്ത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സൈനികരായിട്ട് പോകുമ്പോൾ പോലും ഒരു ത്രെട്ട് ഉണ്ടായിരുന്നു. അത് 99 കാർഗിൽ സമയത്തൊക്കെ. അതിൽ നിന്ന് ഇപ്പോൾ ഒരു ടൂറിസ്റ്റായിട്ട് എത്രയോ മലയാളികൾ അവിടെ പോകുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് കാണാം അവിടെ ആളുകളൊക്കെ പോകുന്നുണ്ട്. വളരെ നോർമലൈസ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറി. കശ്മീരിൽ ധാരാളം ഡെവലപ്മെന്റ് നടക്കുന്നു. അതൊക്കെയാണ് ഈ പെഹൽഗാം ഒക്കെ വന്നതിന്റെ ഒരു കാരണം. പക്ഷെ കശ്മീരിലെ ആ ലെവൽ ഓഫ് വയലൻസ് അത് കുറച്ച് കൊണ്ടുവന്നതും കശ്മീരിനെ ഇന്ത്യയുമായിട്ട്, അതായത് മെയിൻലാൻഡായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു പ്രൈം മിനിസ്റ്റർ മോദിയുടെ വലിയ ഒരു വിജയം തന്നെയാണ്. ഇന്നിപ്പം കശ്മീരിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ പോലും പോകുന്നുണ്ട്. ഒരു കാലത്ത് ജമ്മു കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ ഇല്ലായിരുന്നു. ഇന്നിപ്പോ ശ്രീനഗർ കഴിഞ്ഞ് ബാരാമുള്ള വരെയൊക്കെയുള്ള ട്രെയിൻ സർവീസ് നമ്മൾ ഇതൊന്നും നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അങ്ങനത്തെ രീതിയിൽ ഒരു കാര്യം നമ്മൾ ഇതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഏരിയ പണ്ട് വലിയ രീതിയിലുള്ള ഒരു ടെററിസം ഒക്കെ നടന്നതാണ്. അവിടെ ഇന്നിപ്പോൾ ഇല്ല, ടെററിസം ഇല്ല എന്നുള്ള രീതിയിലേക്ക് തന്നെ. അതിനും പകരമായിട്ട് നേരത്തെ ഷിലിയോ ചോദിച്ചതിൻ്റെ ഒരു ചോദ്യം, വേറെ രീതിയിലുള്ള ഇൻസർജൻ മണിപ്പൂരിൽ നടക്കുന്നത് അതിൻ്റെ ഒരു കലാപം സൃഷ്ടിച്ച് ഇന്ത്യയിലുള്ളിൽ അകത്ത് കലാപം സൃഷ്ടിച്ച് അതിനെ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാം. അത് മണിപ്പൂരിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പുതിയ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച്, പ്രത്യേകിച്ച് യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ തെരുവിലേക്ക് ഇറക്കി അവരെ പ്രൊട്ടസ്റ്റ് ചെയ്യിപ്പിച്ച് അവരെ, കാരണം അവരുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ നടന്നിട്ടുണ്ട്, ബംഗ്ലാദേശ് നടന്നിട്ടുണ്ട്, പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള രീതിയിലേക്ക് ഒരു പ്രൊട്ടസ്റ്റ് നടത്തി ലേറ്റസ്റ്റ് കോക്രോച്ച് പാർട്ടി, അതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ്. ഇതൊന്നും സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ഇതിൻ്റെ പിന്നിലൊരു സിസ്റ്റം ഉണ്ട്, ഒരു ഇക്കോ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ എല്ലാ രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതാണ് പുതിയ ലേറ്റസ്റ്റ് ഫോം ഓഫ് ത്രെറ്റ്സ് നമുക്ക്. പക്ഷെ അവർ പറയുന്നത് ഇത് അസംതൃപ്തരായ യുവാക്കളുടെ സംഘടിപ്പിച്ച ഒരു രീതിയാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ യുവാക്കൾ അസംതൃപ്തരാണെന്നാണ് അവർ പറയുന്നത്. എക്കാലത്തും യുവാക്കൾ ഒരു വിഭാഗം യുവാക്കൾ എപ്പോഴും അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കും അതിനകത്ത്. കാരണം അവരുടെ ഉള്ളിൽ അത്രയും എനർജി ഉണ്ട്. ഏതൊരു രാജ്യമായാലും ശരി, നമുക്കറിയാം യുവാക്കളിൽ അത്രയും എനർജി ഉണ്ടായതുകൊണ്ട് അവർ വിചാരിക്കുന്ന, പിന്നെ അതുപോലെ ആ ഒരു പ്രായത്തിൽ വലിയ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇങ്ങനെ വേണം, സിസ്റ്റം ഇങ്ങനെ വേണം, അങ്ങനെയൊക്കെ ഉള്ളത് അത് നല്ലതാണ്, തെറ്റൊന്നുമല്ല. പക്ഷേ ഇന്ത്യയിൽ ഇന്ന് ആ രീതിയിലേക്കുള്ള ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലല്ല. കാരണം ഈ വിഭാഗം ഇപ്പം ജെൻസി എന്ന് പറയുന്നത് ഏകദേശം ഒരു 29 വയസ്സ് വരെ ആയിട്ടുണ്ട്. ഇപ്പം 29 വയസ്സായപ്പോഴത്തേക്ക് കുറേ ആളുകൾ ഇപ്പം ജോലിക്കും, അല്ലെങ്കിൽ ഇപ്പം ഒരു പട്ടാളത്തിലുള്ള ഒരാളാണെങ്കിൽ 17-18 വയസ്സിൽ ജോയിൻ ചെയ്ത് 10 വർഷം സർവീസ് ആയിട്ടുണ്ട്. ഇതേ ജെൻസിയിലുള്ള ആളുകൾ തന്നെയാണ് അതും. അപ്പം അങ്ങനെയുള്ള ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്തത്, ആ പെർസെപ്ഷനിലൂടെ ആളുകളുടെ ഉള്ളിൽ മനസ്സിൽ ഈ വിദ്വേഷവും പിന്നെ സിസ്റ്റം ശരിയല്ല എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് അവർക്ക് ട്രിഗേഴ്സ് വേണം. അപ്പോൾ ആ ട്രിഗർ ചിലപ്പം പല തെറ്റുകൾ, ഇപ്പം നീറ്റ് എക്സാം അതൊരു തെറ്റാണ്, അതിനകത്ത് NTയുടെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനകത്തൂടെ ആ ആളുകളുടെ മനസ്സിനകത്തുള്ള ആ വിഷമം അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ഈ രീതിയിലേക്കുള്ള വന്നിട്ട് ഒരു മാസീവ് ക്യാമ്പയിൻ ആക്കി സോഷ്യൽ മീഡിയയിലൂടെ വന്ന് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും അവർ തെരുവിലേക്ക് ആളുകളെ ഇറക്കാൻ പറ്റുമോ, തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു അനാർക്കി സൃഷ്ടിച്ചിട്ട് ഒരു അട്ടിമറി നടത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പം ഈ ഒരു പുതിയ ഫോം ഓഫ് ത്രെട്ട് ഭാരതത്തെ സംബന്ധിച്ചോളം നമ്മൾ കാണുക. ഓക്കെ, ആ ത്രെട്ടിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയും ഒപ്പം തന്നെ അതിൻ്റെ മുന്നോട്ടുള്ള പോക്കും. കാരണം ഇന്നിപ്പോൾ ഒരു കോക്രോച്ച് പാർട്ടി വന്നു, നാളെ മറ്റൊരു രീതിയിൽ മറ്റൊരു പാർട്ടി വന്നുകൂടായികയില്ല. മുൻപ് ആം ആദ്മി പാർട്ടി ഇതുപോലെ വന്നതാണ്, പക്ഷേ ഇപ്പോൾ അവർ ഡൽഹിയിലില്ല, മറ്റ് ചില സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. ഈ ഫോം ഓഫ് ത്രെട്ട് അതായത് കാലഘട്ടത്തിനനുസരിച്ച് ഭീഷണി ഉയർത്തുന്ന രീതി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ത്രെട്ടുകളെയൊക്കെ തന്നെ ഭാവിയിൽ നേരിടുവാൻ സജ്ജമാണോ നമ്മുടെ സംവിധാനം? തീർച്ചയായിട്ടും. നോക്കൂ, നമ്മളിത് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇത് ചിലവർക്ക് പ്രേക്ഷകരിൽ കുറച്ചുപേരെങ്കിലും ഇത് ഇൻഫോർമേഷൻ വാർഫെയർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതൊന്ന് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് അറിയാം ഇത് എങ്ങനെയാണ്. ഇതൊരു ഇൻഫോർമേഷൻ വാർഫെയർ ആണ് ഈ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. ഈ കോക്രോച്ച് പാർട്ടി ആയാലും ശരി, അങ്ങ് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇപ്പം ചിലപ്പം കോക്രോച്ച് പാർട്ടി അത് ചിലപ്പോൾ തന്നെ അങ്ങ് ഇല്ലാതാവും, അതല്ലെങ്കിൽ ചെറിയ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ആ രീതിയിൽ പോകും, ഇതിന്റെ ഫോം മാറാം വേറെ രീതിയിൽ. പക്ഷേ ഇത് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ ഇൻഫോർമേഷൻ വാർഫെയർ എന്ന് പറയുന്നത്, അതായത് ഇന്നത്തെ ഡിജിറ്റൽ ഏജിൽ ഇൻഫോർമേഷൻ വെച്ചിട്ട് എങ്ങനെ സിസ്റ്റത്തിനെ തകർക്കാം എന്നുള്ളതാണ്. അതിനകത്ത് ഫാൾസ്
ഇൻഫോർമേ ഉണ്ട്, ഫേക്ക് ന്യൂസ് ഉണ്ട്, പ്രൊപ്പഗാൻഡ ഉണ്ട്. കോൺസ്റ്റൻ്റ് ആയിട്ട് നെഗറ്റീവ് ന്യൂസ് കൊടുത്ത് മനസ്സിനെ തന്നെ മാറ്റാൻ, അതായത് നമ്മുടെ ഇപ്പം അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതിന് ഇൻഫ്ലുവൻസ് ഓപ്പറേഷൻസ് എന്ന് പറയും. ഇൻഫ്ലുവൻസ് ചെയ്ത് അപ്പോൾ ഒരാൾക്ക് ആളുകൾ അവർ പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ക്രക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ശൈലിയോ, അവർ ഈ പറയുന്നതിനകത്ത് അവർ പറയുന്ന വിശ്വസിക്കണമെന്നല്ല. അവരുടെ എയിം ഈ യുവതലമുറ ആര് പറഞ്ഞാലും വിശ്വസിക്കരുത് എന്നുള്ള രീതിയാണ്. അതാണ്. അപ്പൊ വിശ്വാസമില്ലായ്മ സൃഷ്ടിക്കുകയാണ് അവരുടെ എയിം. അത് ഇൻഫർമേഷൻ വാർഫെയറിന്റെ ഒരു അണ്ടർലൈനിങ് ഫാക്ടർ വിശ്വാസം ഇല്ലായ്മ. അതായത് സിസ്റ്റത്തിന് എനിക്ക് വിശ്വാസമില്ല, എനിക്ക് സുപ്രീം കോടതിയിൽ വിശ്വാസമില്ല, എനിക്ക് സൈനികരുടെ ഇന്ത്യൻ ആർമിയിൽ വിശ്വാസമില്ല, എനിക്ക് ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥയിൽ എനിക്ക് വിശ്വാസമില്ല, ഇന്ത്യൻ പാരമ്പര്യത്തിന് എനിക്ക് വിശ്വാസമില്ല, എൻ്റെ അച്ഛനെ അമ്മയെ എനിക്ക് വിശ്വാസമില്ല, ആരെ എനിക്ക് വിശ്വാസമില്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഒരു ട്രിഗർ കിട്ടും. ആ ട്രിഗർ കിട്ടിക്കഴിഞ്ഞാൽ അവർ തെരുവിലേക്ക് ഇറങ്ങണം. ആ തെരുവിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവരെ പിടിച്ച കിട്ടാത്ത രീതിയിലേക്ക് അത് എങ്ങനെ വേണമെങ്കിലും മോബ് മെൻറ്റാലിറ്റിയിലൂടെ മാറാം. അപ്പോൾ ചിലപ്പം കൗണ്ടർ ഫോഴ്സ് ഉപയോഗിക്കാം. ഫോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കാഷ്വാലിറ്റീസ് ഉണ്ടാകുമ്പോൾ കുറേ കൂടെ അതിന് വയലൻ്റ് ആയിട്ട് പോകും. ഇതാണ് അതിൻ്റെ പാറ്റേൺ. ഇത് വളരെ സ്റ്റഡി ചെയ്ത് ഈ വാർഫെയറിനെ കുറിച്ച് എല്ലാ രാജ്യങ്ങളും സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു വെടി പോലും വെക്കാതെ മറ്റ് ശത്രു രാജ്യത്തിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ള ഒരു വാർഫെയർ ആണ് ഈ ഇൻഫർമേഷൻ വാർഫെയർ. ഓക്കെ. അപ്പോൾ ഫോറിൻ വിദേശ ശക്തികളുടെയൊക്കെ തന്നെ ഇൻഫ്ലുവൻസിന്റെ പിന്നിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പം ഈ വിദേശ ശക്തികൾ എന്ന് പറയുമ്പം ചിലവർ എല്ലാ കാര്യത്തിലും വിദേശ ശക്തികൾ എങ്ങനെ വരും എന്നുള്ള രീതിയിലേക്ക് ചിലവർ ചോദിക്കാം. അത് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മളെ രാജ്യത്ത് ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അതിനകത്ത് യാതൊരു തർക്കമില്ല. നമ്മൾ പെർഫെക്റ്റ് ആണെന്നൊന്നും ഒരിക്കലും നമ്മൾ പറയാറില്ല. ജെന്യൂൻ ആയിട്ടുള്ള യുവാക്കളുടെ പ്രശ്നങ്ങളുണ്ട്. വേണ്ട രീതിയിലുള്ള തൊഴിൽ എല്ലാവർക്കും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. സിസ്റ്റം 100% കറക്റ്റ് ആണെന്ന് നമ്മളാരും പറയുന്നില്ല. പക്ഷേ എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ഞാനും ശ്രീ ലിയോ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ സമയത്ത് ഭാരതത്തിന് പുറത്തിരുന്നിട്ട് ഭാരതത്തിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്ന ആളുകളും ഉണ്ട്. അതെന്താ കാരണം? കാരണം ഇന്ത്യ ഗ്രോ ചെയ്യുകയാണെങ്കിൽ അവരുടെ രാജ്യത്തിന് അത് ശരിയല്ല. അപ്പം അവർ ഗ്രോ ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്ത് പാടില്ല. കാരണം അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. അപ്പം അവരുടെ ഇൻട്രസ്റ്റ് നോക്കാൻ അവർക്ക് ഇന്ത്യയെ ഇല്ലാതാക്കിയേ തീരൂ. അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഇന്ത്യയിലുള്ളിൽ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കും. അങ്ങനെ വർഷങ്ങളായിട്ട് നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ ചെയ്തിട്ടും ഒന്നും റിസൾട്ട് വന്നില്ല. അപ്പോൾ എങ്ങനെ ചെയ്യും? പുതിയ ഫോം ഓഫ് വാർഫെയർ. ഇന്നത്തെ കാലത്തെ വാർഫെയർ എങ്ങനെയാണ്? സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, യുവാക്കളെ ഇൻഫ്ലുവൻസ് ചെയ്ത് സ്വന്തമായിട്ട് നാട്ടിൽ തന്നെ കലാപം പറ്റുന്ന രീതിയിലേക്ക് ചെയ്യുക. എക്സ്പ്ലോയിറ്റിംഗ് ദ പ്രൊട്ടസ്റ്റ് പൊട്ടൻഷ്യൽ ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ പോപ്പുലേഷന്റെ പ്രൊട്ടസ്റ്റ് പൊട്ടൻഷ്യൽ, ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട്, അതിനകത്ത് ഇത്രയും മിനിമം ആളുകൾ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നടത്താം എന്ന് റിസർച്ച് ചെയ്ത് സ്റ്റഡി ചെയ്ത ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ അവരെ നോക്കുന്നത് ഒരു കാരണമാണ് നോക്കുന്നത്. എവിടെ ഇന്ത്യയുടെ ഉള്ളിൽ ഈ ഒരു ഭിന്നിപ്പിക്കാൻ പറ്റുന്ന കാരണം കിട്ടുമോ അവിടെ അത് ആ കാരണത്തിനിടയ്ക്ക് ഈ കാര്യം കൊണ്ടുവരും. അപ്പോൾ ആരും അറിയുന്നില്ല ഇത് എപ്പോഴും തുടങ്ങുന്നു എപ്പോഴും അവസാനിക്കുന്നു എന്നുള്ളത്. അതാണ് അതിൻ്റെ വാസ്തവം. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ വിദേശ ബന്ധവും നമ്മുടെ ഇപ്പോഴത്തെ ഫോറിൻ പോളിസി, ഇപ്പോൾ നിലനിൽക്കുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ, ജിയോ പൊളിറ്റിക്സിൽ ഇപ്പോൾ നമുക്കറിയാം പശ്ചിമേഷ്യയിൽ വളരെ സംഘർഷഭരിതമായിട്ടുള്ളൊരു അന്തരീക്ഷമുണ്ട്. ഈ ഒരു അന്തരീക്ഷം വന്നതിന് പിന്നാലെ നമ്മൾ നേരിടുകയാണ് അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ്. ഇന്ധനവില വർധന, അതിലൂടെ മറ്റ് അവശ്യ സാധനങ്ങളുടെ എല്ലാം തന്നെ വില വർദ്ധിക്കും. അത് സ്വാഭാവികമാണ്. പശ്ചിമേഷ്യൻ വിഷയത്തിൽ നമുക്ക് ഇന്ത്യക്ക് ഇഫക്റ്റീവായി ഇടപെടാൻ സാധിച്ചിട്ടുണ്ടോ? ഓക്കെ, നമ്മുടെ ഒരു പോളിസി ഉണ്ട്, നമുക്ക് മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെയുള്ള പല രാജ്യങ്ങളും ആഗ്രഹിക്കുകയാണ് പ്രധാനമന്ത്രി മോദി ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു പരിഹാര മാർഗം കണ്ടെത്തണം എന്ന്. ഈവൻ UAE അത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളും അത്തരത്തിൽ മുൻപും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യൻ പ്രശ്നം ഇന്ത്യക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളിയായി നിൽക്കുകയാണോ? തീർച്ചയായിട്ടും വെല്ലുവിളി തന്നെയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ എനർജി റിക്വയർമെൻറ്റ്സ് അത് വലിയ രീതിയിലുള്ള ഒരു എഫക്റ്റ് നടന്നിട്ടുണ്ട്. കാരണം അങ്ങനെ നമുക്കറിയാം, നമ്മൾ ഏകദേശം ഒരു 85% നമ്മുടെ ഓയിൽ ഇമ്പോർട്ട്സ് വരുന്നത് പുറം രാജ്യങ്ങളിലാണ്. അതിൽ തന്നെ ഏകദേശം 50% വരുന്നത് ഈ ഗൾഫ് ഏരിയയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് വരാതിരിക്കുമ്പോൾ നമ്മളെ ഇവിടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും LPGയുടെ ഒക്കെ പ്രൈസ് റൈസ് നടക്കും, ഓൾറെഡി നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ ജനങ്ങൾ, ഇവിടുത്തെ പൗരന്മാർ, അവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ സെക്യൂരിറ്റിയും മറ്റു കാര്യങ്ങൾ, അവരുടെ തൊഴിലും ഇതൊക്കെ നമ്മളെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആവുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള കാരണം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അങ്ങ് പറഞ്ഞ പോലെ നമ്മളൊരു സ്റ്റേറ്റഡ് പോളിസി ഉണ്ട്. ഇപ്പം നമ്മളൊരു വിഷയത്തിലും നമ്മൾ ആരെയും പുറത്തു നിന്ന് ഇടപെടാൻ നമുക്ക് ഇഷ്ടമല്ല. ഇപ്പം നമ്മൾ പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ പാകിസ്ഥാനും നമ്മൾ ചർച്ച ചെയ്യണം, ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ, അതാണ് നമ്മുടെ നയം. അങ്ങനെ ഇരിക്കെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് മറ്റ് രണ്ടുപേരുടെയും കൂടെ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള അത് ആദ്യത്തെ പ്രോബ്ലം. ഇനി രണ്ടുപേരും അവർ പറയുകയാണെന്നാണ് വിചാരിക്കുക, അതിനകത്ത് എത്രമാത്രം ചാൻസ് ഉണ്ട് സക്സസ്ഫുൾ ആവാൻ എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം US-ഉം ഇറാനും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ്.
ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് എന്നുള്ളൊരു വ്യക്തിയെ നമുക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കേൾക്കുമോ, അല്ലെങ്കിൽ അവര് ഇപ്പൊ ഇറാന്റെ ഭാഗത്ത് പിന്നെയും ചിലപ്പം അവരൊരു ഇത് ചെയ്യും. പക്ഷെ ഡൊണാൾഡ് ട്രംപ് എന്നുള്ളൊരു വ്യക്തി ഇത്ര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി, ഇത്ര ടെമ്പറമെന്റൽ ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുമോ, അല്ലെങ്കിൽ ഇപ്പൊ പല കാര്യത്തിലും പുള്ളി നേരെ തിരിച്ച് ചാടുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ വന്നാൽ നമുക്ക് നമ്മുടെ റെസ്പെക്റ്റും കൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ടാവാം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യ ഒരു മെസ്സഞ്ചറിന്റെ റോള് ചെയ്യേണ്ട. അപ്പൊ പാകിസ്ഥാൻ ചെയ്ത അതാണ് മെസ്സഞ്ചർ. അതായത് US പറയും, അത് പോയി ഇറാന്റെ അടുത്ത് പറയും, ഇറാൻ പറയും, അത് പോയി US. അതിന്റെ റോള് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US കാര്യം പറഞ്ഞപ്പോഴാണ് ട്രംപ് എന്ന ഒരു പൊളിറ്റീഷ്യനെ ചിലരൊക്കെ വിശേഷിപ്പിക്കുന്നത് മാഡ് പൊളിറ്റീഷ്യൻ എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് അങ്ങനെ ഒരു വിഷയത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചോ ട്രംപിനെ? ആദ്യം നമ്മൾ അദ്ദേഹവുമായി അടുത്തു, മോദിജി അവിടെ പോകുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോകുന്നു, അദ്ദേഹവുമായി സംസാരിക്കുന്നു, വലിയ സുഹൃത്താണ് ഇന്ത്യ, മോദി ഞങ്ങളുടെ എന്ന് ട്രംപ് പല പ്രാവശ്യം പറയുന്നു. പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറോടുകൂടി കാര്യങ്ങൾ തകിടമറിയുന്നത് നമ്മൾ കാണുകയാണ്. പലവട്ടം അദ്ദേഹം പറയുകയാണ്, ഞാനാണ് ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അദ്ദേഹം പല പ്രാവശ്യം അത് പറഞ്ഞു. നമ്മളതിൽ മൗനം പാലിച്ചു. നമ്മുടെ വിദേശകാര്യമന്ത്രി അത്തരത്തിൽ ഇന്ത്യയാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചത്, ഞങ്ങൾ നേരിട്ടാണ് സംസാരിച്ചത്, മറ്റാരും ഇടപെട്ടില്ല എന്ന് പറയുന്നു. അമേരിക്കയെയും ട്രംപിനെയും കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യക്ക് വീഴ്ച സംഭവിച്ചു. നോക്കൂ, ട്രംപിനെ എനിക്ക് തോന്നുന്നു മനസ്സിലാക്കാൻ അമേരിക്കൻ ജനതയ്ക്ക് തന്നെ പറ്റുമെന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഇന്ന് അദ്ദേഹത്തിന്റെ റേറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ വളരെ താഴ്ന്നു കിടക്കുകയാണ്. അദ്ദേഹത്തിന് തന്നെ വൈറ്റ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, അവരാണല്ലോ അദ്ദേഹത്തിനെ ജയിപ്പിച്ചത്. അവരിൽ ഇപ്പൊ എത്ര പേര് അദ്ദേഹത്തിന് തലയിൽ കൈവച്ചിരിക്കുകയാണ്, ഇദ്ദേഹത്തിന് നമ്മൾ എന്തിനാണ് ജയിപ്പിച്ചതെന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അവിടുത്തെ ആ ജനങ്ങൾക്ക് പോലും അദ്ദേഹത്തിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യത്തിന്, പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർ മോദി, നമ്മൾ ഇപ്പം പലരും ചോദിക്കും എന്തുകൊണ്ടാണ് മൈ ഫ്രണ്ട് ട്രംപ് എന്നൊക്കെ പറഞ്ഞത്. ഇത് എൻ്റെ മറുചോദ്യം, ശ്രീ മോദി ആർക്ക് വേണ്ടിയാണ് അത് ചോദിച്ചത്? അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും US പോയി സ്റ്റേ ചെയ്യാനോ, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും വിസ കിട്ടാനോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ എന്തെങ്കിലും ബിസിനസ് അവിടെ ഉണ്ടോ? ഇല്ല, നമ്മളെ രാജ്യ താല്പര്യത്തിന് വേണ്ടി തന്നെയാണ് അദ്ദേഹത്തിന്. ഇപ്പം മൈ ഫ്രണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അദ്ദേഹം എല്ലാവരും ഇപ്പോൾ മെലോനി ഇറ്റലിയിലെ മൈ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്, UAE മൈ ബ്രദർ എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. അവിടെ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ ടെമ്പറമെന്റൽ നേച്ചർ അത് എപ്പം വേണമെങ്കിലും മാറാം. അതായത് അങ്ങ് പറഞ്ഞ പോലെ മാഡ് മാൻ തിയറിയാണ്. ആക്ച്വലി പുള്ളി ഒരു ട്രേഡ് എങ്ങനെ ചെയ്യാം എന്നുള്ള ബിസിനസ് മാൻ ആണ് അദ്ദേഹം. അപ്പൊ ബിസിനസ്സിൽ ഒരു ഡീൽ നടത്താം, അത് ഇപ്പം ഇന്റർനാഷണൽ റിലേഷൻസിനെ ഒരു ഡീലാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് നിങ്ങൾ എനിക്ക് ടാരിഫ് ഇത് തന്നില്ലെങ്കിൽ ഞാൻ ടാരിഫ് കൂട്ടും, നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഇത് ഞാൻ. ഇപ്പം തന്നെ നോക്കും, ലേറ്റസ്റ്റ് എക്സാമ്പിൾ, ഇറാനും US തമ്മിൽ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പരിഹാരം കാണാൻ പോകുന്നു എന്നൊക്കെയുള്ള ന്യൂസ് വന്നു. ഇന്നലെ നമ്മൾ എന്താ കണ്ടത്? US നേരെ പോയി വീണ്ടും ഇറാനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പം ഇറാൻ ചോദിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ ചർച്ചയ്ക്ക് ദോഹയിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രംപ് പറഞ്ഞു നമ്മളെല്ലാം ഒരുവിധം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് നേരെ പോയി വീണ്ടും അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പൊ ഇതുപോലത്തെ ആളുടെ നമ്മൾ മാത്രമല്ല അതിനകത്ത് മിസ്റ്റേക്ക്. അതായത് ഇന്ത്യയുടെ സംബന്ധിച്ചോളം ഒരു എറർ ഓഫ് ജഡ്ജ്മെന്റോ അല്ലെങ്കിൽ എറർ ഓഫ് ഇന്റൻഷനോ ഇല്ലായിരുന്നു. ദ പേഴ്സണാലിറ്റി ഈസ് സച്ച്, അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെയാണ്, അതാണ് അതിന്റെ പ്രശ്നം. അല്ല നമ്മളെ ഭാഗത്ത് നമ്മൾ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു രീതി തന്നെയായിരുന്നു ആദ്യം തൊട്ടേ കണ്ടത്. അതിന്റെ എനിക്ക് തോന്നുന്നു അമേരിക്കൻ പബ്ലിക്കും അമേരിക്കയുടെ മറ്റ് ഇന്റലക്ച്വൽ ആളുകളും അത് അഗ്രി ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു ഓരോ മൂവ്മെന്റ് നടത്തി അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സിലൂടെ എങ്ങനെ പണം ഉണ്ടാക്കാൻ സാധിക്കുമെന്നേ ഉള്ളൂ ചിന്തിക്കുന്ന ആളാണ്. മണിയാണ് ലാസ്റ്റിൽ, ഇറ്റ്സ് ഓൾ അബൌട്ട് മണി എന്നുള്ള രീതിയാണ് അദ്ദേഹം കാണുന്നത്. അതെ, ഒരു അറ്റാക്ക് നടത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അവിടെ സമാധാനം വരും എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഉയർച്ച, അതിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ട്രംപ് എന്നൊക്കെയാണ് ചിലർ ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ അതൊക്കെ ശരിയായിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഒരു ഈ ബിസിനസ് മൈൻഡാണ്. അതായത് എനിക്ക് പ്രോഫിറ്റ് എത്ര കിട്ടും എന്നുള്ളതാണ്. അതായത് അദ്ദേഹം അമേരിക്ക ഫസ്റ്റ് എന്നുള്ള രീതി തന്നെയാണെങ്കിലും അമേരിക്കക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ള രീതി തന്നെയാണ് അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കാത്തത് ഡിപ്ലോമസി അങ്ങനെ അല്ല വർക്ക് ചെയ്യുന്നത്. ഡിപ്ലോമസി എല്ലാ സമയത്തും നിങ്ങൾ പ്രോഫിറ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റും കിട്ടത്തില്ല. ഇപ്പൊ തന്നെ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് എത്രമാത്രം റെസ്പെക്ട് ഉണ്ടെന്ന് നമുക്ക് ഈ ലോകരാജ്യങ്ങൾ നമുക്ക് കണ്ടറിയാം. നമ്മൾ അടുത്ത സുഹൃത്ത് രാജ്യമാണ്, നമ്മൾ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇന്ന് ലോകത്ത് ഒരു വിശ്വാസം ഇല്ലായ്മ എന്നുള്ള ട്രസ്റ്റ് ഫാക്ടർ ഉണ്ടെങ്കിൽ അത് US-ന് സംഭവിച്ചുകൊണ്ട്. നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ ടെന്യൂർ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ വിദേശ നയത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ? കാരണം കഴിഞ്ഞ
പല രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. UAE എന്ന ചെറു രാജ്യം, അവിടെയാണ് 40 ലക്ഷത്തോളം 35 ലക്ഷത്തിൽ ഏറെയുള്ള ഇന്ത്യക്കാർ ജോലി ചെയ്യുകയാണ് അവിടെ. നോർവേ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ, ഇവിടെയൊക്കെ അദ്ദേഹം സന്ദർശിച്ചു. UAEയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന സ്ഥലം അവിടെയാണ്. അവിടെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം സന്ദർശനം നടത്തുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അപ്പോൾ അത്തരത്തിലുള്ള സന്ദർശനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ തന്നെ വിമർശനം നേരിട്ടിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ 12 വർഷം കൊണ്ട് ഇന്ത്യയുടെ വിദേശ നയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള മാറ്റം എന്താണ്? പിന്നീട് ഒരു കാലത്ത് നമ്മൾ അനലൈസ് ചെയ്യുമ്പം ശ്രീ നരേന്ദ്രമോദിജിയുടെ ഈ ഒരു ഭരണം, അതിനകത്ത് ടോപ്പ് 3-ൽ ഒന്ന് വിദേശകാര്യത്തിന്റെ ഈ ഇടപെടൽ തന്നെയാണ്. കാരണം അദ്ദേഹം എങ്ങനെയാണ് ഇന്റർനാഷണൽ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്തത്. ഇപ്പൊ തന്നെ അങ്ങ് UAEയുടെ കാര്യം പറഞ്ഞു. നോർവേയിൽ പ്രധാനമന്ത്രി പോയി, അവിടെ 40 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു പ്രധാനമന്ത്രി ചെല്ലുന്നത്. അതേപോലെ കുറെ ചെറിയ ചെറിയ രാജ്യങ്ങളിൽ 50-ഉം 40-ഉം വർഷം കഴിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി ചെല്ലുന്നത്. അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു ബ്രാൻഡ് ശ്രീ നരേന്ദ്രമോദി ലോക സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. കാരണം നമ്മളൊക്കെ യുണൈറ്റഡ് നേഷൻസിന് വേണ്ടി ഞാനുമൊക്കെ പുറത്ത് പോയിട്ടുണ്ട്. ആ ഒരു സമയവും ഇന്ന് നമ്മൾ പുറത്തോട്ട് പോകുമ്പം ഒരു ഡിഫറൻസ് ഉണ്ട്. ഇന്ന് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിനൊരു ബ്രാൻഡ് ഉണ്ട്. അതിന് പ്രൈം മിനിസ്റ്റർ മോദി വലിയൊരു ഫാക്ടറാണ്. യോഗ ഇന്റർനാഷണൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക, ഗാന്ധിജിയുടെ ഐഡൽസിനെ ഇന്റർനാഷണൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക, ഇന്ത്യ എന്നുള്ള ഒരു കോൺസെപ്റ്റ്, G20 അതാണ് ഏറ്റവും നല്ല ഒരു G20 പോലെ രാജ്യം നമ്മളിവിടെ നടത്തി. ആഫ്രിക്കൻ യൂണിയൻ എല്ലാവരും മറന്നിരുന്ന അവരെ നമ്മൾ അതിൻ്റെ ചെയ്തു. ഒരു ജോയിന്റ്, അതായത് റഷ്യയും യുക്രൈനും അതിനകത്തുള്ള ഒരു അങ്ങനത്തെ ഉള്ള ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് പോലും നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ ഇന്ന് ഇന്ത്യ സ്ട്രാറ്റജിക് അട്ടോണമിയുടെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്ത്യ. അതായത് നമ്മൾ എല്ലാവരുമായിട്ട് റിലേഷൻ ഉണ്ട്. വസുദേവ എല്ലാവരുമായിട്ട് നമുക്ക് റിലേഷൻ ഉണ്ട്, ഇൻക്ലൂഡിങ് ചൈന. പാകിസ്ഥാൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരുമായിട്ട് നമുക്ക് റിലേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ആരെയും പണക്കൊന്നുമില്ല. ഇപ്പം ഇറാന്റെ US-ന്റെ യുദ്ധം നടക്കുമ്പം കഴിഞ്ഞ ആഴ്ച ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം US-ന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വന്നിരുന്നു. അപ്പൊ ആ രീതിയിൽ നമുക്ക് എല്ലാവരുമായിട്ട് റിലേഷൻസ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്ന സ്ട്രാറ്റജിക് അട്ടോണമി ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഏറ്റവും. അതിന്റെ വേറൊരു ഉദാഹരണം കൂടെ, റഷ്യയിൽ നിന്ന് യുദ്ധം നടന്ന സമയത്ത് വളരെ കുറച്ച് വിലയിൽ ഓയിൽ കിട്ടുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അപ്പൊ അത് എങ്ങനെ സംഭവിച്ചു? നമ്മളെ ആ ഇൻഫ്ലുവൻസ് ആണ്. പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഒരു ഇൻഫ്ലുവൻസ് പ്ലസ് ഇന്ത്യയുടെ എക്കോണമിക് ഗ്രോത്ത്, രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് അതിൻ്റെ ഡെഫിനറ്റ്ലി ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, അപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ ഒരു ടെൻസ് സിറ്റുവേഷൻ ആണോ നിൽക്കുന്നത്? അതൊരു മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുണ്ടോ? ബംഗ്ലാദേശ് ഇടയ്ക്ക് വെച്ച് ഷെയ്ഖ് ഹസീനയെ കൊണ്ടുവന്ന സമയത്ത് വളരെ പീസ്ഫുൾ ആയിരുന്നു. കാരണം ബംഗ്ലാദേശിൽ നിന്ന് നമ്മളെ ഇപ്പൊ നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ അവിടെ ഈ ടെററിസം അല്ലെങ്കിൽ ഇൻസർജൻസി ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് പണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടുന്ന് ആർമി പ്രഷറൈസ് ചെയ്യുമ്പം അവർ അവിടുന്ന് നേരെ ക്രോസ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓപ്പൺ ബോർഡേഴ്സ് ആണ്, ക്രോസ് ചെയ്ത് ബംഗ്ലാദേശിൽ നിൽക്കും. അപ്പൊ ബംഗ്ലാദേശിന് അന്നത്തെ സർക്കാരുകളൊക്കെ അവരെ സപ്പോർട്ട് കൊടുക്കുമായിരുന്നു. ഷെയ്ഖ് ഹസീന വന്നപ്പോൾ അത് നിർത്തി. ഇന്ത്യയും അതാണ് അഗൈൻ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഒരു പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഒരു ഇത്. അവർ ഷെയ്ഖ് ഹസീനായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടായതുകൊണ്ട് അവരത് നിർത്തി. അങ്ങനെ നിർത്തിയപ്പോൾ എന്തൊരു നോർത്ത് ഈസ്റ്റ് ഏരിയ കംപ്ലീറ്റ്ലി പീസ്ഫുൾ ആയി. പക്ഷെ ഇപ്പം വീണ്ടും അവിടെ ഭരണമാറ്റം വന്നു കഴിഞ്ഞപ്പം ഇന്ത്യ വിരുദ്ധ ശക്തികൾ അവിടെ വീണ്ടും തലവെക്കുന്നുണ്ട്. മൈനോറിറ്റീസ് അഗെയിൻസ്റ്റ്, പ്രത്യേകിച്ച് ഹിന്ദുസും ക്രിസ്ത്യൻസിനും അഗെയിൻസ്റ്റ് ഒക്കെ വളരെ വലിയ രീതിയിൽ നമ്മൾ കണ്ടു. അങ്ങനെ വരുമ്പോൾ വീണ്ടും അങ്ങയുടെ ക്വസ്റ്റ്യൻ കറക്റ്റാണ്. അവിടെ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ബോർഡർ ഇഷ്യൂ ഉണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ അതൊരു വലിയൊരു ലെഗസി ഇഷ്യൂ ആണ്. അത് പണ്ട് തൊട്ടേ ഉള്ള 1950 തൊട്ടേ, പണ്ഡിറ്റ് നെഹ്റുവിന്റെ സമയം തൊട്ടേ ഇപ്പോൾ വരെ അൺഡിമാർക്കേറ്റഡ് ബോർഡേഴ്സിന്റെ ഒരു ഇഷ്യൂ ആണ്. അത് കണ്ടിന്യൂ ചെയ്യും. ടിബറ്റ് ആണോ അത് നമ്മൾ പറഞ്ഞത് ഇഗ്നൈറ്റ് ചെയ്തത്? അതെ, ടിബറ്റ് ഒട്ട് അതുമാത്രമല്ല, അതിനൊരു പണ്ട് ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ട് ശ്രീലിയോ. അതായത് ഇന്ത്യയും അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവാനുള്ള പരിഹാരം ഇപ്പൊ ഉടനെ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുമെന്ന്. കാരണം രണ്ട് രാജ്യങ്ങളും ബോർഡർ നമ്മൾ അഗ്രി ചെയ്യത്തില്ല. കാരണം നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ ലഡാക്ക് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ അവര് തിബത്തിന് വിട്ടുകൊടുക്കാനോ, നമ്മളിപ്പോൾ തിബത്തിനെ നമ്മൾ എന്താ പറഞ്ഞ അവർ ചൈനയുടെ ഭാഗമാണെന്ന് അഗ്രി ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഇപ്പോൾ സൗത്ത് തിബത്ത് എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശ് വേണമെന്നൊക്കെ ഉള്ളത് അതൊന്നും നമ്മൾ ഒരിക്കലും നടക്കാൻ പോകുന്നത്. അപ്പം ഡിസ്പ്യൂട്ട് അവിടെ കാണും. പക്ഷെ ഡിസ്പ്യൂട്ടിനെ ഒരു കോൺഫ്ലിക്റ്റ് ആക്കി മാറ്റരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പോഴത്തെ ഇത്. അപ്പം ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അവിടെ. ചൈനയിൽ നിന്ന് അപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ പാകിസ്ഥാനുമായുള്ള ബോർഡർ കൂടുതൽ സങ്കീർണമാകുന്നുണ്ടോ? കാരണം പാകിസ്ഥാൻ അവർക്ക് തന്നെ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവർക്ക് ഇന്റേണലി ഒരുപാട് വിഷയമുണ്ട്. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനുമായ പ്രശ്നം, ബലൂച്ച് മേഖലയിലെ പ്രക്ഷോഭം. ആക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാനുമായും അവർക്ക് നല്ല ബന്ധം ആയിരുന്നില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ പാക് ബോർഡർ
അത് എങ്ങനെയാവാനാണ് സാധ്യത? കാരണം ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? അതെ, തീർച്ചയായിട്ടും അത് വലിയ നല്ലൊരു ചോദ്യമാണ്. കാരണം എക്കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, പാകിസ്ഥാന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഉടനെ ഈ ബോർഡേഴ്സിൽ എന്തെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിൽ പഹൽഗാം തന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു. അസീം മുനീർ എന്നുള്ള ഒരു സൈന്യ തലവന് ഇത് പ്രൈമസി കിട്ടാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ്. അതിനാ സക്സസ്ഫുൾ ആയി. ആ രീതിയിൽ നോക്കുമ്പം ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഡെഫിനറ്റ്ലി എക്കാലത്തും ഒരു ടെൻസ് ബോർഡറാണ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മളെ കൺട്രോൾ ഉണ്ട് അവിടെ. അതായത് നമ്മൾ വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷണലി ഒരു ബാലൻസ് ഉള്ള ഒരു ഏരിയ ആണ്. പക്ഷെ ഞാൻ കാണുന്നത് പാകിസ്ഥാന്റെ ഉള്ളിലെ പ്രശ്നമാണ്. അങ്ങ് പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ ഉള്ളിൽ ധാരാളം പ്രശ്നമുണ്ട്. ബലൂചിസ്ഥാൻ കത്തുകയാണ്. ഇന്നലെ മെനഞ്ഞാന്നാണ് അവിടുത്തെ ഒരു ട്രെയിൻ തന്നെ അവർ കൊണ്ട് ചെയ്തത്, ആക്രമിച്ചു. അതെ. അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ആളുകൾ, പ്രത്യേകിച്ച് താലിബാൻ, അവർ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഭരണകൂടമായിട്ട് തലതിരിഞ്ഞ് നിൽക്കുകയാണ്. അവർക്ക് ഏത് രീതിയിൽ അവർ പകരം ചോദിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതല്ലാതെ ഉള്ളിൽ ധാരാളം പ്രശ്നമുണ്ട്. പിന്നെ അതല്ലാത്ത കുറെ അജ്ഞാത ഷൂട്ടേഴ്സ് അവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അവർ ആരൊക്കെയാണ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഡെഫിനറ്റ്ലി അവർ കുറെ ടെററിസ്റ്റിനൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ഇഷ്യൂ അവിടെ ഉണ്ട്. അപ്പം അതൊരു വിഷയം. അവരുടെ വെടിയേറ്റ് ഇന്ത്യയുടെ നോട്ടപ്പുള്ളി, ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള തീവ്രവാദികളൊക്കെ എനിക്കൊന്നും എന്തോ യാദൃച്ഛികമായിരിക്കും ചിലപ്പോൾ. അത് എല്ലാ ഇന്ത്യയുടെ കാരണം ഒഫീഷ്യലി എനിക്കൊന്നും അത് കൺഫേം ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ത്രെട്ടും ഉണ്ട്. പിന്നെ അവരുടെ ആഭ്യന്തരമായിട്ടുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അവരുടെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള നേതാവ് ജയിലിലാണ്. ഇമ്രാൻഖാൻ ജയിലിലാണ്. അപ്പം എന്നിട്ട് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു തലവൻ, അതായത് ഫീൽഡ് മാർഷൽ അസീം മുനീർ, അദ്ദേഹം പുറത്ത് ഇപ്പൊ ഏറ്റവും ഫുൾ കൺട്രോൾ അദ്ദേഹത്തിലാണ്. അതായത് ഒരു ചെയ്യാതെ തന്നെ അദ്ദേഹം കൺട്രോളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവർ ചിലപ്പം എന്തും ചെയ്യാനുള്ളൊരു മടി കാണിക്കത്തില്ല എന്നും കൂടെ നമ്മളത് കരുതിയിരിക്കണം. മറ്റൊന്ന്, നമ്മുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 20 സ്റ്റേറ്റ്സ്, വളരെ കുറച്ച് സ്റ്റേറ്റ്സ് മാത്രമാണ് BJP നേരിട്ടോ അല്ലാതെയോ ഭരിക്കാത്തതായുള്ളത്. 72% ഓഫ് ദ കൺട്രി ഈസ് അണ്ടർ BJP നൗ. അല്ലെങ്കിൽ BJPയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സഖ്യം അല്ലെങ്കിൽ നേരിട്ട് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. ഈവൻ ബംഗാൾ പോലും BJP പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇനി സൗത്ത് ഇന്ത്യ ആണോ അടുത്ത ലക്ഷ്യം? ഡെഫിനറ്റ്ലി എനിക്കൊന്ന് 22 സ്റ്റേറ്റ്സ് ആണെന്ന് തോന്നുന്നു, ഇൻക്ലൂഡിംഗ് യൂണിയൻ ടെറിട്ടറീസ് എല്ലാം ചേർന്നിട്ട്. ബംഗാളിനെയും കേരളത്തെ സംബന്ധിച്ചോളം BJP കാണുന്നതെന്ന് വെച്ചാൽ അതൊരു വെറും ഒരു പൊളിറ്റിക്കൽ വിൻ മാത്രമല്ല, അതിനകത്തൊരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാരണം ഈ രണ്ട് സംസ്ഥാനവും ഏകദേശം കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മൾ വെറും BJP സംബന്ധിച്ചോളം വെറും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഉപരി നമ്മളെ രാഷ്ട്രത്തിന്റെ വെൽഫെയർ അല്ലെങ്കിൽ നാഷണൽ ഇൻട്രസ്റ്റ് നോക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ബംഗാൾ ആൻഡ് കേരളം, ഈ രണ്ട് സംസ്ഥാനവും BJP ഭരണം വരണം എന്നുള്ള കാരണം, ഒന്ന് ദേശീയത എന്ന് പറഞ്ഞൊരു കാരണം, അതായത് ഇന്ത്യയുടെ സംസ്കാരമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതി വേണം. കാരണം അവിടെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് വന്ന് ഈ വിഘടനവാദവും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ശക്തമായി നടക്കുന്ന പല സ്ഥലങ്ങളിലാണ് ഈ രണ്ട് സംസ്ഥാനം. ഇപ്പം തന്നെ നമുക്ക് ബംഗാളിന്റെ എക്സാമ്പിൾ പറയുകയാണ്. ബംഗാളിന്റെ എക്സാമ്പിൾ BJP സർക്കാർ വന്ന് അവർ ഫസ്റ്റ് ചെയ്തൊരു ഡിസിഷൻ ഈ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ BSFന് ഭൂമി കൊടുക്കുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും വർഷം ഞാൻ അവിടെ അസാം ബംഗ്ലാദേശ് ബോർഡറിൽ സെർവ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ബോർഡേഴ്സ് ആയിരുന്നു, ആയിരക്കണക്കിന് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിരുന്നു ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ വരുന്ന നമ്മളെ രാജ്യത്ത് എത്രമാത്രം ദോഷം ചെയ്യും നമുക്കറിയാം. അതുകൊണ്ട് ഈ ഗവൺമെന്റ് വന്ന് വിത്തിൻ ആവേഴ്സ്, മണിക്കൂറിനകം BSFന് ലാൻഡ് കൊടുത്തു, നിങ്ങൾ അവിടെ ബോർഡർ ഫെൻസ് നിർമ്മിക്കുക. അതുകൂടെ നമ്മുടെ രാഷ്ട്രത്തിന് സുരക്ഷയാണ് അത് വരുന്നത്. അതേപോലെ തന്നെ കേരളവും ലോഡ് ഓഫ് നമുക്കറിയാം ഇവിടെ PFIയുടെയും മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനെയാണ് നോക്കുന്നത്. സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, ഈസ്റ്റ് വെസ്റ്റ് ഒന്നും നമ്മളെ ചിന്തയില്ല. ഭാരതം ആസ് എ കോൺസെപ്റ്റ് അവിടെ ഭാരതത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്ക്, അതിനകത്ത് BJP തന്നെ വരണമെന്നൊന്നും നമ്മുടെ ഇല്ല. രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഏത് പാർട്ടിയാണോ അതിന്റെ കൂടെ BJP നിൽക്കാൻ തന്നെ, അല്ലാതെ ഒരു എന്താ പറയുക പ്രതിപക്ഷം ഇല്ലാത്ത ഭാരതം അങ്ങനൊന്നും അല്ല നോക്കുന്നത്. ഭാരതത്തിന്റെ താല്പര്യം നോക്കുന്ന ആരാണോ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമ്മൾ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് ഡെഫിനറ്റ്ലി ഇനി നെക്സ്റ്റ് കേരളം തന്നെയാണ് നമ്മളൊരു. കേരളത്തിൽ BJP 3 സീറ്റ് നേടി, പല സീറ്റുകളിലും 2ാം സ്ഥാനത്തെത്തി. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേടിയ വോട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചില്ല. തൃശ്ശൂർ മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടത്തിന് അടുത്തെത്താൻ കഴിഞ്ഞില്ല. എങ്കിലും തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കിട്ടി. അതിന് ശേഷമാണ് 2 സീറ്റ് തിരുവനന്തപുരത്ത് കിട്ടി, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ കിട്ടി. BJPയുടെ പ്രതീക്ഷകൾ എത്രത്തോളം ബ്രൈറ്റാണ് കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ?
എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു പാർട്ടി ഇന്ന് കേരളത്തിൽ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് BJP ആണ്. അതിന്റെ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഇപ്പൊ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അങ്ങനെ പറഞ്ഞു, നമുക്ക് 0 ആയിരുന്നു അസംബ്ലിയിൽ. എല്ലാവരും പറഞ്ഞു ഇപ്രാവശ്യവും നമുക്ക് കിട്ടത്തില്ല, 2ാം സ്ഥാനം പോലും വരത്തില്ല എന്ന് പല നേതാക്കന്മാരും പറഞ്ഞു. എന്നിട്ട് നമ്മൾ 3 സീറ്റ് കിട്ടി. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം നമുക്കറിയാം, അവിടെയും നമ്മൾ ജയിച്ചു. പല സ്ഥലത്തും നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം എപ്പോഴും 2 ഓപ്ഷൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ, LDF അല്ലെങ്കിൽ UDF. ഈ 2 ഓപ്ഷൻസിൽ നിന്ന് ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അതിൽ നിന്നൊരു അതർ ഓൾട്ടർനേറ്റീവ് BJP NDA ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഒരെണ്ണം ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. നമ്മൾ അതിന്റെ വോട്ട് പെർസെൻറ്റേജ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തെറ്റും. കാരണം അതിന്റെ ആ ഒരു അടിത്തറ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു വിശ്വാസമാണ്. അത് പലപ്പോഴും ഇപ്രാവശ്യം ഇതിന്റെ ഈ ഒരു ഇലക്ഷന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഭയങ്കര വലിയ ഒരു ആന്റി CPM ആന്റി പിണറായി വിജയൻ ഫീലിങ്സ് ഉണ്ടായിരുന്നു. അതിന്റെ നല്ല ഒരു നേട്ടം കോൺഗ്രസിന് കിട്ടി. ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഇപ്പം UDF തന്നെ നമ്മളൊന്നും ചെയ്തിട്ട് തന്നെ അവർ തന്നെ ഭരണത്തിൽ കൂടെ അവർ എക്സാമ്പിൾ സെറ്റ് ചെയ്യും എങ്ങനെയാണ് ഭരിക്കാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ വരുമ്പം ആളുകൾ വേറൊരു ഓപ്ഷൻ എടുക്കും. നമ്മൾ ബംഗാളിന്റെ മാത്രം നോക്കിയാൽ മതി. ബംഗാളിൽ നമുക്ക് ഇപ്പം കിട്ടിയത് 200 മുകളിലുള്ള സീറ്റാണ്. ഇതിന് മുൻപ് നമുക്ക് 77 ആയിരുന്നു, അതിന് മുൻപ് 3 ആയിരുന്നു, അതിന് മുൻപ് 0 ആയിരുന്നു. അപ്പൊ 0-ൽ നിന്ന് 3, 3-ൽ നിന്ന് 77 ആൻഡ് 2000 അവിടെ 208-ലേക്ക് നമ്മളിപ്പം വന്നു. അവിടെ ആരും ഒരു ചാൻസ് കൊടുത്തില്ല. അങ്ങനെ ഉള്ള ഒരു രീതിയിലേക്കാണ് കേരളം നിൽക്കുന്നത്. കേരളത്തിനുള്ളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ഹോപ്പോടെ നോക്കുന്ന ഒരു പാർട്ടി BJP ആണ്. പല സ്ഥലങ്ങളിലും വിന്നബിലിറ്റി എന്നുള്ളൊരു ഫാക്ടർ കൊണ്ടാണ് നമുക്ക് കൂടുതൽ വോട്ട് കിട്ടുക. അതായത് ആളുകൾ വോട്ട് ചെയ്യണമെന്നുണ്ടോ, ചിലപ്പോൾ പക്ഷെ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. അതുകൊണ്ടാണ് ആ വോട്ട് കോൺഗ്രസിന്. കറക്റ്റ്. അപ്പോൾ ആ ഒരു ജയസാധ്യത ഉണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ they will vote. Absolutely. വേറൊന്ന്, കേരളത്തിന്റെ ഡെമോഗ്രഫി വെച്ച് നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ട്രാറ്റജി നമുക്കിവിടെ വില പോകാൻ സാധ്യതയില്ല. കാരണം ഇവിടെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ 48-49% ഉണ്ട്. ഹിന്ദുക്കൾ അത്രയേ ഉള്ളൂ, 51 മറ്റുമാണ്, 52% അപ്പോൾ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് നമുക്ക് ആകർഷിക്കേണ്ടതുണ്ട്, മുസ്ലിങ്ങൾക്കുള്ള ആ ഒരു ആശങ്ക അകറ്റേണ്ടതുണ്ട്. ഈ 2 കാര്യം ഒക്കെ ഒരു സുപ്രഭാതത്തിൽ സാധിക്കുന്നതല്ല. എങ്കിലും അതെങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടോ? അതിനുള്ള പ്ലാൻസ് ഉണ്ടോ? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് BJP ഒരു ഹിന്ദു പാർട്ടി ആയിട്ട് മാത്രം നമ്മൾ ഒരിക്കലും കാണാറില്ല, ആരും കാണാറില്ല. പ്രൈം മിനിസ്റ്റർ തന്നെ വിഷൻ പല പ്രാവശ്യം പുള്ളി വന്നു, സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്നുള്ള പറയുന്നത്. അതിൻ്റെ ഒരു അർത്ഥം കൂടെ ഉണ്ട്. ഇപ്പം ഇവിടെ അങ്ങ് പറഞ്ഞ കറക്റ്റാണ്, മൈനോറിറ്റീസ് ആയിട്ടുള്ള ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ ഉണ്ട്. അവർക്ക് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ ചിലപ്പോൾ ഒരു ട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ കാരണം അത്രമാത്രം വർഷങ്ങളായിട്ട് ഈ നെഗറ്റീവ് ന്യൂസ് പ്രൊപ്പഗാൻഡ വെച്ച് ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു ദിവസമോ 2 ദിവസം കൊണ്ട് മാറത്തില്ല. പക്ഷെ അവർ നോക്കണമെന്ന് വെച്ചാൽ മറ്റു രാജ്യങ്ങൾ സ്റ്റേറ്റ്സിൽ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം പല സംസ്ഥാനം, ഇപ്പം ഇന്ന് ഒരു ഫാക്റ്റാണത്, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA ഉള്ള പാർട്ടി BJP ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA ഉള്ള പാർട്ടി BJP ആണ്. അപ്പം ആ രീതിയിലുള്ള ഒരു മാറ്റം വരുന്നുണ്ട്. ഇപ്പം ഗോവ ആയാലും ശരി, നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങളായാലും ശരി, അവിടെ ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ഉള്ള സ്ഥലത്ത് നമ്മൾ ഭരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കാണുമ്പം ഇതിപ്പോൾ BJP സംബന്ധിച്ചോളം ഇത് ക്രിസ്ത്യൻ വോട്ട് അല്ലെങ്കിൽ മുസ്ലിം വോട്ട് അല്ലെങ്കിൽ ഹിന്ദു വോട്ട് എന്നുള്ള ഇല്ല. നമുക്ക് എല്ലാവർക്കും ഒരു ഇന്ത്യൻ വോട്ട് എന്നുള്ളതാണ്. പക്ഷെ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ അതങ്ങനെ വരുന്നു, അല്ലാതെ നമുക്ക് ആ ഒരു രീതിയിലേ ഇല്ല. ഇത് മനസ്സിലാക്കാൻ, ആ ഇന്റൻഷൻ മനസ്സിലാക്കി ആളുകൾ മാറ്റം വരുന്നത്. ഇപ്പം ക്രിസ്ത്യൻസിന്റെ ഭാഗത്തായാലും ശരി, ഈവൻ മുസ്ലിംസിന്റെ ഭാഗത്തായാലും ശരി, അവർക്ക് മനസ്സിലാവും ഇത് BJPയെ കുറിച്ച് പറയുന്നത് തെറ്റാണ്. ഇപ്പൊ എവിടെയെങ്കിലും ഐസൊലേറ്റഡ് ആയിട്ട് എവിടെയെങ്കിലും നടക്കുന്ന കാര്യങ്ങൾ കണ്ട് അതിനെ പൊക്കി വെച്ചിട്ട് വരുതാ നോക്കൂ ഇങ്ങനെയാണ് BJP, അല്ലെങ്കിൽ പണ്ടത്തെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതാണ് BJP എന്നുള്ള രീതിയിലാണ് ഇവിടെ ആ നരേറ്റീവ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ നരേറ്റീവിന് ഇപ്പം പതുക്കെ അതിന്റെ വില ഇല്ലാതെ ആയി. കാരണം ഇപ്പം ഇന്ന് എല്ലാവർക്കും ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. കാരണം ഇവിടുത്തെ അത് നിലനിൽക്കണമെന്നുള്ള ഇവിടുത്തെ UDFന്റെയും LDFന്റെയും ആവശ്യമാണ്. അത് പതുക്കെ മാറി എന്നെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ് എനിക്ക് ആവശ്യം എന്ന് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ചിന്തിക്കുമ്പോൾ, എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ഏതാണ് എന്ന് അവർ ചിന്തിക്കുമ്പോൾ ഡെഫിനറ്റ്ലി BJP ഒരു ഓപ്ഷൻ ആയിട്ട് വരും. അങ്ങനെ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ UP തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല ലോക്സഭാ മണ്ഡലത്തിലും അല്ലെങ്കിൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിലും മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത് പോലും BJP ജയിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഒരു എന്താ പറഞ്ഞാൽ അതൊരു അങ്ങനത്തെ കാര്യമല്ല. അപ്പൊ നാളെ അങ്ങനെയൊക്കെ വരാം.
ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റം മാത്രമേ ഉള്ളൂ. കേരളത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അടിത്തട്ടിലെ പ്രവർത്തനം ശക്തമാക്കേണ്ടതുണ്ട്. 100%. കാരണം അതിനുള്ള ഒരു എല്ലാ പാർട്ടിയിലും അങ്ങനെ തന്നെയാണ്. ഏത് പാർട്ടിയാണെങ്കിലും അടിത്തട്ട് പ്രവർത്തനം വ്യാപകമാക്കേണ്ടതുണ്ട്, ആഴത്തിൽ വേരോടേണ്ടതുണ്ട്, ജനങ്ങളോട് പറയാൻ കഴിയണം, വിശദീകരിക്കാൻ കഴിയണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ട് റുപ്പേ കാർഡ് ഉണ്ടോ, നിങ്ങൾ ബാങ്കിൽ നിന്ന് കിട്ടുന്ന നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് റുപ്പേ കാർഡാണോ, ആ കാർഡ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ, അതിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ ആക്സിഡൻറ്റ് കവറേജ് ഉണ്ട്. ആ സംഭവം അദ്ദേഹത്തിന് അറിയില്ല. ഇവിടെ BJP-ക്കാർ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ പ്രവർത്തകർ? സോ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ബെനിഫിറ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് ആഴത്തിൽ അറിവുള്ള പ്രവർത്തകരെ അടിത്തട്ടിൽ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതൊരു ചലഞ്ചല്ലേ? ഡെഫിനറ്റ്ലി ചലഞ്ചാണ്. അത് വലിയൊരു പോയിന്റുമാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ചാലഞ്ച് തന്നെ. അത് BJP സംബന്ധിച്ചോളം ഈ ജനങ്ങളുടെ വിശ്വാസം എടുക്കുന്നത്. ധാരാളം പ്രോജക്ട്സ്, ധാരാളം പോളിസീസ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷെ അത് താഴെത്തട്ടിലുള്ള ആളുകൾക്ക് അത് എത്തുന്നില്ല. ഫസ്റ്റ് എത്താത്തത് കാരണം വെച്ചാൽ അതിനെ അവരെ കുറിച്ച് അവർക്ക് അറിയില്ല. അപ്പൊ ഇത് നമ്മൾ വേണം പറഞ്ഞു കൊടുക്കാം, ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പൊ അത് ഓരോ ബൂത്ത് ലെവലിൽ നമ്മൾ BJP-യുടെ ആളുകൾ ചെന്ന് പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യമാണ്, അതിന് വേണ്ടിയുള്ള ഡോക്യുമെന്റേഷൻ ഞാൻ ചെയ്യാം, അതിനുള്ള ഫോളോ അപ്പ് ചെയ്യാം. ഡോക്യുമെന്റേഷൻ മാത്രമല്ല, ഡോക്യുമെന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിട്ടിട്ടല്ല, ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോളോ അപ്പ് ചെയ്ത് അത് കയ്യിൽ കിട്ടുന്നുള്ള രീതിയിലേക്ക് എൻഷുർ ചെയ്യുന്നതാണ് എൻ്റെ കണ്ണിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വർക്ക് എന്ന് പറയുന്നത്. അത് കാരണം അതാണ് പൊളിറ്റിക്കൽ വർക്ക്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സർവീസ് ചെയ്യുന്നതാണ് പൊളിറ്റിക്കൽ വർക്ക്. അപ്പോൾ ധാരാളം പ്രോജക്ട്സ് ഉണ്ട്, പദ്ധതികളുണ്ട്. ബട്ട് ഞാൻ ആ കാര്യത്തിൽ എഗ്രി ചെയ്യുന്നുണ്ട്. അത് വേണ്ട രീതിയിലേക്ക് ഇതുവരെ നമ്മളത് വന്നിട്ടില്ല. പക്ഷെ ഒരു പ്രോസസ്സിലാണ്. ധാരാളം കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയും ധാരാളം കവർ ചെയ്യാനുണ്ട് എന്നുള്ള ഞാനത് എഗ്രി ചെയ്യുന്നു. തീർച്ചയായിട്ടും. ഏതായാലും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റ് 12 വർഷം പിന്നിടുന്നു. അദ്ദേഹം വന്നതിന് ശേഷം വിദേശകാര്യ നയത്തിലുണ്ടായിട്ടുള്ള മാറ്റം, പുരോഗതിയാണ് ഏറെയും. പല രാജ്യങ്ങളിലേക്കും അദ്ദേഹത്തിന് കടന്നു ചെന്ന് ഇന്ത്യയുടെ ബന്ധം ശക്തമാക്കുവാൻ സാധിച്ചു എന്ന് ശ്രീ എസ് ഡിന്നി പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ കേരളത്തിലും പ്രവർത്തനം ആഴത്തട്ടിലേക്ക് അല്ലെങ്കിൽ താഴെത്തട്ടിലേക്ക് ആഴത്തിൽ വ്യാപിപ്പിക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ 72% മേഖലയും BJP ഭരിക്കുന്ന സ്ഥലങ്ങളായി മാറിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അധികാരത്തിലേറ്റുമോ എന്ന ചോദ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുക്കുവാൻ അവർക്കുള്ള തെറ്റിദ്ധാരണ, അതായത് മറ്റു പാർട്ടികൾ BJP-യെക്കുറിച്ച് പരത്തുന്നത് തെറ്റിദ്ധാരണ ആണ് എന്നും ആ തെറ്റിദ്ധാരണ മാറ്റി ശരിയായ ധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു. താങ്ക് യു വെരി മച്ച്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.